പറഞ്ഞാൽ കൂറ ആക്കരുത്. നമ്മുടെ മുനിസിപ്പാലിറ്റി അതേപോലെ തന്നെ പഞ്ചായത്തുകളൊക്കെ വെള്ളം വിതരണം ചെയ്ത് നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഇത്രയും തോന്നെ മഴ ലഭിക്കുന്ന കേരളത്തിൽ, ഇതിന് പുറമെ ഇടമഴ, വേനൽമഴ, അങ്ങനെ ഒരുപാട് ന്യൂനമർദ്ദം വരെ ഒരുപാട് മഴകൾ ലഭിക്കുന്നുണ്ട്. ഇത്രയും വെള്ളം ലഭിച്ചിട്ടും നമ്മൾ ടാങ്കറിൽ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ കുറ്റമാണ്. പുറത്ത് ആരെയും കുറ്റം പറയരുത്. കാരണം ഇത്രയും മഴ പെയ്തിട്ടും വെള്ളത്തിന്റെ ക്ഷാമം ഒരിക്കലും വരാൻ പാടില്ല കേരളത്തിൽ. അതൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റൂഫ് ടോപ്പിൽ നിന്ന് 1000 ചതുരശ്ര അത് എടുത്തു കഴിഞ്ഞാൽ, 1000 സ്ക്വയർ ഫീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വർഷം നമുക്ക് 2 ലക്ഷത്തിന്റെ മേലെ ലിറ്റർ വെള്ളം കിട്ടും. ഒരു ശരാശരി ഒരാൾക്ക് വേണ്ടത് 135 ലിറ്ററേ ആവശ്യമുള്ള ഒരു ദിവസം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോരം വെള്ളം കിട്ടുന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് ഇല്ലാത്തപ്പോൾ വീടുകളില്ല കേരളത്തിൽ. അത്രയും മഴവെള്ളമുണ്ട്. ഇത് സ്റ്റോർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാങ്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചിലവുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് നേരെ അത് കളക്ട് ചെയ്തിട്ട് ജസ്റ്റ് വേണമെങ്കിൽ എന്താ പറയുക, കിണറിലോട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഇടാൻ പറ്റും. ഈ പറഞ്ഞ 2.5 ലക്ഷം ലിറ്റർ വെള്ളം എല്ലാ വർഷവും നിങ്ങൾ കിണറിൽ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ വെള്ളത്തിന്റെ അളവ് കൂടും. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള വീടുകളുടെ കിണറിലെ വെള്ളം വരെ കൂടും. ഇനി കുയൽ കിണറാണ് വെച്ചിട്ട് അതും ഫിൽറ്റർ ചെയ്തിടാൻ പറ്റും. ഇനി ഇതിനും സാധ്യമല്ലെങ്കിൽ പോലും നമ്മൾ അതിന്റെ വീടിന്റെ തൊട്ടടുത്ത് ഈ പറഞ്ഞമാർക്ക് ഒരു കുയ്യെടുത്ത് വീണ്ടും കുറച്ച് വിട്ട് വെക്കണം കേട്ടോ. കാരണം വീടിന്റെ ഉള്ളിലോട്ട് തറയിലോട്ടൊന്നും വെള്ളം പോകരുത്. കിണറിൽ നിന്ന് ഒരു 3 മീറ്റർ വിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുയ്യ് കുത്തിയിട്ട് അതിലോട്ട് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലും അത് ഭൂമിയിലോട്ട്. ഏറ്റവും നല്ല പരിപാടി ഫിൽറ്റർ ചെയ്ത് കിണറിലോട്ട് ഇടുകയാണ്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ. ഇത്രയും വെള്ളം നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോരായ്മയാണ്. എത്രത്തോളം വെള്ളം ഉണ്ട് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഹൈവേ പണി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തിന്റെ ഇത് നോക്കി മനസ്സിലാവും. 1 മണിക്കൂർ നമ്മുടെ നാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ, ഒരു ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ 4000-5000 ലിറ്റർ വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 4000 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 1000-1500 ലിറ്റർ വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 4-5 ദിവസം റിക്വയർമെന്റ് ഒറ്റ മഴയിൽ നമുക്ക് തീരുന്നുണ്ട്. 1 മണിക്കൂർ പെയ്താൽ മതി. ഇത്രയും മഴവെള്ളം നമുക്ക് ഉണ്ടായിട്ടും വീണ്ടും ചോദിക്കുകയാണ് നമ്മൾ വെള്ളത്തിന് കഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC ഇതിന്റെ ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം. വീണ്ടും പറയാണ്, കൂറ ആക്കരുത്.